ഹായ് ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ രാത്രിയിലെ റൂട്ടീൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. രാത്രിയിലെ ആദ്യത്തെ പണി മക്കളെ വൃത്തിയാക്കുക എന്നതാണ്. അവർ പുറത്ത് സ്കൂൾ വിട്ട് വന്നിട്ട് പുറത്ത് നല്ലോണം കളിച്ചിട്ടുണ്ടാകും. അപ്പോൾ രണ്ടുപേരെയും മേലെ കഴുകി വൃത്തിയാക്കാനുണ്ടാവും. അത് കഴിഞ്ഞിട്ട് മക്കളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടിരിക്കും. അപ്പോൾ മോളൊറ്റക്കാണ് ഇരിക്കുന്നത്. പിന്നെ മോനെ ഇരിക്കണമെങ്കിൽ ഞാൻ കൂടെ ഇരിക്കുന്ന വേണം. അപ്പോൾ ഇന്ന് എനിക്ക് ചെറിയൊരു പണിയും കൂടിയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവനെ പഠിപ്പിക്കാമെന്ന് കരുതി. വേറൊന്നുമല്ല, വൈകുന്നേരത്തെ പാത്രങ്ങളൊന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല. വൈകുന്നേരം ചായ കുടിച്ചതും അവർ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നതും ഒന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ കുറച്ച് നേരം അവിടെ കിടന്നു. പിന്നെ അതിനൊക്കെ ഒരു മടിയായി. ഈ ഒരു പണി ചില ദിവസങ്ങളിലൊക്കെ രാത്രി ഉണ്ടാവാറുള്ളൂ. മിക്ക ദിവസങ്ങളിലും ഞാൻ വൈകുന്നേരം ചായ കുടിച്ച ഉടനെ തന്നെ കഴുകി വെക്കാറുണ്ട്. വൈകുന്നേരം കുറച്ചധികം പാത്രം തന്നെ ഉണ്ടാവും കേട്ടോ. അവർ സ്കൂൾക്ക് കൊണ്ടുപോകുന്നതും ലഞ്ച് കൊണ്ടുപോകുന്നതും സ്നാക്സ് കൊണ്ടുപോകുന്നതും അങ്ങനെ 3-4 പാത്രം അവരുടെ തന്നെ ഉണ്ടാകും. പിന്നെ നമ്മൾ വൈകുന്നേരം വന്നിട്ട് ചായ കുടിച്ചതും ഞാൻ ഫുഡ് കഴിച്ചതും അങ്ങനെ എല്ലാ പാത്രങ്ങളും കൂടിയിട്ട് കുറച്ചധികം ഉണ്ടാവും കേട്ടോ. ഇനി ഇത് രാത്രിയിലെ ഭക്ഷണം കഴിച്ചിട്ട് കേൾക്കാൻ നിന്നാലോ. അപ്പോൾ പഠിപ്പിക്കലും ബാക്കിയുള്ള ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴൊക്കെ അതിന് നല്ലോണം സമയമായിട്ടുണ്ടാകും. അപ്പോൾ പിന്നെ അത് കേൾക്കലും കൂടി നിൽക്കുമ്പോൾ കുറേ അധികം സമയം എടുക്കുന്നതായി തോന്നും. അപ്പോൾ പിന്നെ ഞാൻ ആദ്യം ഇത് എങ്ങനെയാലും കഴുകി വെക്കും. അങ്ങനെ പിന്നെ കൈകളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവിടെയൊക്കെ തുടച്ച് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുത്തു. പിന്നെ നമ്മൾ ഈ കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയാക്കുമ്പോൾ ആദ്യം ഇങ്ങനെ വൈപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്താലല്ലേ പിന്നെ നമ്മൾ ക്ലോത്ത് വെച്ചിട്ട് പെട്ടെന്ന് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം അല്ലെങ്കിൽ നല്ലോണം വെള്ളം ഉണ്ടാകുമ്പോൾ അത് ക്ലോത്തിൽ നമ്മളൊന്ന് തുടക്കുമ്പോഴേക്ക് ക്ലോത്ത് നല്ലോണം നനയും. പിന്നെ അത് ഒഴിവാക്കിയിട്ട് പിന്നെ തുടക്കുമ്പോൾ അങ്ങനെ കുറച്ച് സമയം എടുക്കും. ഇപ്പം ഞാൻ ഇങ്ങനെയായിട്ട് ചെയ്യൽ. ആദ്യമൊക്കെ ഞാൻ ക്ലോത്ത് കൊണ്ട് തന്നെ തുടച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം അടുക്കളയിൽ നിന്ന് പോന്നു. ഇനി ഒരു വലിയൊരു പണിയുണ്ട്, മോനെ പഠിപ്പിക്കുക. മോന് പഠിക്കാതിരിക്കുന്നതും എഴുതുന്നതൊക്കെ ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് നല്ല ക്ഷമ വേണമല്ലോ. കാരണം അവരൊന്ന് എഴുതും പിന്നെ അത് മായ്ക്കും പിന്നെ എഴുതും. അങ്ങനെ കുറേ നേരം ഇതിനു വേണ്ടിയിട്ട് തന്നെ ഇരിക്കേണ്ടി വരും. പിന്നെ മോളുടെ കാര്യങ്ങളൊക്കെ അവൾ തന്നെ ചെയ്യും. അവളിപ്പോൾ 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവൾ പഠിക്കലും എഴുതലും ടൈം ടേബിൾ നോക്കി വെക്കലൊക്കെ അവൾ തന്നെയാണ്. അതിനിടയ്ക്ക് എനിക്ക് എന്തെങ്കിലും നോക്കാനുണ്ടെങ്കിൽ പഠിക്കാനുണ്ടെങ്കിൽ അതും കൂടി ഞാൻ അവരുടെ ഇടയിൽ വെച്ചിട്ട് ചെയ്യും. അപ്പം ചില ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ നോക്കാണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ബുക്കൊന്നും എടുക്കാറില്ല. പിന്നെ ഇപ്പോഴത്തെ LKG ഇങ്ങനെ പിക്ചർ സ്റ്റിക്ക് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ. അപ്പം അതും മോന് ഭയങ്കര താല്പര്യമുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ ഒരു സംഭവം എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടോ, ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്നത്. അപ്പം മക്കൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനും അവർക്ക് പിന്നെ അതൊരു താല്പര്യം ഉണ്ടാവും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ പിന്നെ പെട്ടെന്ന് അതെന്തൊക്കെ പിക്ചറാന്നൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ നല്ലോണം പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടോ. അങ്ങനെ പിന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് അവൻ്റെ ബുക്സൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ പോയി കുറച്ച് തുണികൾ മടക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് നിന്നു. ഇതും ഡെയിലി ഉണ്ടാകുന്ന പണിയൊന്നുമല്ല, ഒരു 3-4 ദിവസം കൂടുമ്പോഴൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഡെയിലി ഉണങ്ങി കിട്ടലൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ പിന്നെ 3-4 ദിവസമൊക്കെ കൂടുമ്പോൾ എല്ലാതും ഒപ്പം ഉണങ്ങിയിട്ട് ഞാൻ എടുത്തു കൊണ്ടുവന്ന് മടക്കാണ് ചെയ്യാറ്. പിന്നെ തുണികൾ ഇങ്ങനെ കൊണ്ടുവന്ന് ബെഡിൽ കൊണ്ടുവന്നിട്ടല്ലേ അത് ഞാൻ ആ ദിവസം ഒരു നേരം കൊണ്ട് തന്നെ മടക്കി വെക്കും കേട്ടോ. കാരണം എനിക്കതും മടക്കി വെച്ചിട്ടില്ലെങ്കിൽ ഒരു മാതിരി പ്രയാസീകരം. അല്ല, ചില വീഡിയോസിലൊക്കെ കണ്ടിരുന്നു മടക്കി വെക്കാതെ അങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേലെ കിടക്കുക അങ്ങനെയൊക്കെ. പണ്ടൊക്കെ ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പം എന്തോ എനിക്ക് ഡ്രസ്സ് അവിടെ കിടക്കുന്നത് കണ്ട എന്തോ പോലെയാണ്. അപ്പോൾ പിന്നെ അത് ഞാൻ ആദ്യം തന്നെ മടക്കി വെക്കും. ഇപ്പോൾ പിന്നെ മക്കളുടെ ഡ്രസ്സിലേറെ എൻ്റെ ഡ്രസ്സായിരുന്നു അധികം ഉണ്ടാവുക.
അങ്ങനെ അതൊക്കെ മടക്കി വെച്ച് എടുത്തു വെച്ചു. പിന്നെ നമ്മൾ ഈ ഡ്രസ്സൊക്കെ മടക്കി വെക്കുമ്പോൾ ഇങ്ങനെ സെക്ഷനായിട്ട് വെച്ചാലില്ലേ നമുക്ക് പെട്ടെന്ന് തന്നെ അത് എടുക്കാനും വേഗം മനസ്സിലാക്കാനും ഏതൊക്കെ ഡ്രസ്സാന്നൊക്കെ തിരിച്ചറിയാനും വേഗം പറ്റുമല്ലോ. അപ്പം നമ്മളിപ്പോൾ പുറത്തൊക്കെ പോകുന്നവരാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് യൂസ് ആക്കാനും പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കലാണ്. അപ്പം ഇന്ന് മക്കൾക്ക് നൂഡിൽസ് മതിയായിരുന്നു. അവർ കുറേ ദിവസമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഇതുവരെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായില്ല. അപ്പം ഇന്ന് അവർക്കിന്ന് നൂഡിൽസ് ഉണ്ടാക്കി കൊടുത്തു. എനിക്ക് പിന്നെ ചോറും കറിയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഫുഡ് കഴിച്ച് അടുക്കളയൊക്കെ വൃത്തിയാക്കിയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള അരി വെള്ളത്തിലിടാനുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴുകി നല്ലോണം വൃത്തിയാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചു. ഇനി വീടിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടും. കാരണം എനിക്ക് രാവിലെ അങ്ങനെ ഒഴിവുണ്ടാവില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് രാവിലെ തീർക്കണമെങ്കിൽ രാത്രി തന്നെ കുറച്ചൊക്കെ വൃത്തിയാക്കിയിടും. ടേബിളൊക്കെ പിന്നെ മോള് തന്നെ വൃത്തിയാക്കാറുണ്ട് അവളത് കഴിഞ്ഞാൽ. അപ്പോൾ ഇന്ന് പിന്നെ അവളെ വേഗം ഫുഡ് കഴിക്കാൻ വിളിച്ചപ്പോൾ അങ്ങനെ ഇട്ട് പോയതാണ്. പിന്നെ ടേബിളിൽ വെച്ചിട്ടുള്ള ആ ഫ്ലവർ വേസ് മോളിന്ന് ഉണ്ടാക്കിയതാണ്. അവൾ ചെമ്പരത്തി പൂ വെച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, വേറെ പൂവൊന്നും കിട്ടാഞ്ഞിട്ട്. പിന്നെ ഞാൻ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസമൊന്നും രാത്രി അടിച്ചു വാരലില്ല. അപ്പോൾ ഇന്ന് മക്കൾ മിച്ചർ തിന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് അകത്തായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തു. പിന്നെ വെള്ളം കൊണ്ടുപോയി വെച്ചു, ഞങ്ങൾ കിടക്കാൻ വേണ്ടിയിട്ട് നിന്ന്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോയിലെ വിശേഷം.